Good morning. Today we are going to discuss soil samplers and soil samples, which is a topic from our third module, site investigation and subsoil exploration. So first we are going to discuss about soil samples. Soil samples may be of mainly two types. Those are disturbed samples and undisturbed samples. What are disturbed soil samples? Natural structure of soils get partly or fully destroyed or modified. നമ്മുടെ സോയിലിന്റെ നാച്ചുറൽ സ്ട്രക്ചർ ഭാഗികമായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യപ്പെടുക, മോഡിഫൈ ചെയ്യപ്പെടുക, ഇത്തരത്തിലുള്ള സോയിൽ സാമ്പിൾസിനെ പറയുന്ന പേരാണ് ഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾസ്. വിത്ത് സ്യൂട്ടബിൾ പ്രിക്കോഷൻസ് വി ഹാവ് ടു പ്രിസർവ് ദി വാട്ടർ കണ്ടന്റ്. വളരെ ശ്രദ്ധയോടെയുള്ള പ്രിക്കോഷൻസ് വഴി നമ്മൾ ഇതിലുള്ള നാച്ചുറൽ വാട്ടർ കണ്ടന്റ് പ്രിസർവ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് അതിനെ പല ടെസ്റ്റുകൾക്കും വിധേയമാക്കാൻ കഴിയുകയുള്ളൂ. By maintaining original proportion of various soil particles intact, we can use it as a representative sample. ഇതിലുള്ള സോയിൽ പാർട്ടിക്കിൾസിന്റെ പ്രൊപ്പോർഷൻ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക വഴി നമുക്ക് ഇതിനെ ഒരു റെപ്രസെന്റേറ്റീവ് സാമ്പിളായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഡിസ്റ്റർബ്ഡ് സാമ്പിളിംഗ്. ഹൗ ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് ആർ കളക്ടഡ്? എങ്ങനെയാണ് നമുക്ക് ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്? ദീസ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ഡയറക്റ്റ് excavations, augers and by using thick wall samplers. Direct excavation വഴി, അതുപോലെ augers ഉപയോഗിക്കുക വഴി, അതുപോലെ thick wall samplers ഉപയോഗിക്കുക വഴിയൊക്കെയാണ് നമുക്ക് disturbed samples കിട്ടുന്നത്. We can study thick wall sample in case of samplers. നമുക്ക് samplers-ന്റെ കേസിൽ thick wall samplers-നെ കുറിച്ച് നോക്കാം. Disturbed samples are used for mechanical analysis, water content determination, index properties test, compaction and stability test. Disturbed samples mechanical analysis നും water content determination വേണ്ടിയും index properties test ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ compaction stability analysis ലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. Some examples for disturbed sampling is split spoon sampler and also spring sample retainer and sand pump. Spring sample retainer and sand pump are used for sampling of saturated coastal soils. Split spoon sampler അതുപോലെ തന്നെ spring sample retainer അതുപോലെ sand pump ഒക്കെയാണ് disturbed sampling-ന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സാൻഡ് പമ്പും അതുപോലെ തന്നെ സ്പ്രിംഗ് സാമ്പിൾ റീറ്റെയിനറും കോഷൻലെസ് ആയിട്ടുള്ള സോയിൽസിന്, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോഷൻലെസ് സോയിൽസിലാണ് ഉപയോഗിക്കുന്നത്. Then what are undisturbed soil samples? Here natural structure of soil and the properties are preserved. ഇവിടെ സോയിലിന്റെ നാച്ചുറൽ സ്ട്രക്ചറും അതുപോലെ സോയിൽ പ്രോപ്പർട്ടീസും എല്ലാം പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവ മോഡിഫൈ ചെയ്തിട്ടില്ല എന്നർത്ഥം. How undisturbed samples are obtained? These are obtained by using thin wall samplers. Thin wall samplers ഉപയോഗിക്കുക വഴിയാണ് നമുക്ക് undisturbed samples കിട്ടുന്നത്. When we are doing undisturbed sampling, the penetration should be continuous and rapid, and it should not be overdriven so as to compress the soil sample. നമ്മൾ അൺഡിസ്റ്റർബ്ഡ് സാമ്പിളിംഗ് ചെയ്യുമ്പോൾ പെനട്രേഷൻ കണ്ടിന്യൂസ് ആയിട്ടും സ്പീഡായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ ഓവർ ഡ്രിവൺ ചെയ്യാനും പാടില്ല. ഓവർ ഡ്രിവൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോയിൽ സാമ്പിൾ കംപ്രസ് ചെയ്തു പോകും. അപ്പം അതിന്റെ ഫലമായിട്ട് എന്താണ്, കോമ്പാക്ഷൻ പ്രോപ്പർട്ടീസ് ഒക്കെ വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് ആർ യൂസ്ഡ് ഫോർ മെക്കാനിക്കൽ അനാലിസിസ്, വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷൻ, ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ടെസ്റ്റ്, കോമ്പാക്ഷൻ ആൻഡ് സ്റ്റെബിലിറ്റി അനാലിസിസ്. Those 4 points are we have already mentioned in case of disturbed samples also. Other than this, through undisturbed samples we can conduct shear, consolidation and permeability test. Undisturbed samples വഴി നമുക്ക് shear test, permeability test അതുപോലെ തന്നെ consolidation ടെസ്റ്റുമെല്ലാം കണ്ടക്ട് ചെയ്യാൻ കഴിയും. It is easy to collect undisturbed samples of both cohesive and cohesionless soils from open test pits by using thin wall samplers.
തിൻ വാൾ സാമ്പിളേഴ്സ് ഉപയോഗിച്ചിട്ട് കോസൈൽ സോയിൽസിന്റെയും കോഷൻലെസ് സോയിൽസിന്റെയും സോയിൽ സാമ്പിൾസ് നമുക്ക് ഓപ്പൺ എക്സ്കവേഷൻ വഴി ഈസി ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയും. Piston sampler are used in soft soils below water table. Compressed air sampler is used in cohesionless type of soils below water table. Piston sampler soft soilsലും അതുപോലെ compressed air sampler cohesionless soilsലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. Below water tableലാണ് ഇവ പ്രധാനമായിട്ടും ഉപയോഗിച്ചു വരുന്നത്. Hand cut samples are also undisturbed samples. They are cut out and are trimmed to regular shapes like cubes, stump, etc. in case of stiff and cohesive type of soils. Then this sample is wrapped in wax paper or we can provide wax coating. ഹാൻഡ് കട്ട് സാമ്പിൾസ് നമുക്ക് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് ഗ്രൗണ്ടിൽ പോയിട്ട് സാമ്പിൾസിനെ കട്ട് ചെയ്യുക, എന്നിട്ട് റെഗുലർ ഷേപ്പിലോട്ട് എന്ത് ചെയ്യുക, ട്രിം ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന റെഗുലർ ഷേപ്സ് എന്ന് പറയുന്നത് ക്യൂബ്സും അതുപോലെ തന്നെ സ്റ്റംപൊക്കെയാണ്. പ്രധാനമായിട്ടും കോഹസീവ് സോയിൽസിലാണ് നമുക്ക് ഹാൻഡ് കട്ട് സാമ്പിൾസ് എടുക്കാൻ കഴിയുന്നത്. ഇനി സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇവയെ ഒരു വാക്സ് പേപ്പറിൽ പൊതിയുക, അല്ലെങ്കിൽ പുറത്ത് സാമ്പിളിന്റെ പുറത്ത് ഒരു വാക്സ് കോട്ടിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. Samples are classified as disturbed and undisturbed samples. It is based on the sample disturbance. This sample disturbance depends on the design of sampler and method of sampling. സാമ്പിൾ ഡിസ്റ്റർബൻസ് പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്നത് സാമ്പിളറിന്റെ ഡിസൈനെയും അതുപോലെ തന്നെ സാമ്പിളിംഗ് മെത്തേഡിനെയുമാണ്. What are the design factors which is to be considered in a sampler? ഒരു സാമ്പിളറിന്റെ ഡിസൈൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കട്ടിംഗ് എഡ്ജ്, ഇൻസൈഡ് വാൾ ഫ്രിക്ഷൻ ആൻഡ് നോൺ റിട്ടേൺ വാൾ. സാമ്പിളറിന്റെ കട്ടിംഗ് എഡ്ജ്, അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്, അതുപോലെ അതിന്റെ ഉള്ളിലുള്ള വാൾ ഫ്രിക്ഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ നോൺ റിട്ടേൺ വാൾവ്. എല്ലാ സാമ്പിളേഴ്സിന്റെ കേസിലും ഒരു പക്ഷേ നോൺ റിട്ടേൺ വാൾവ് ഉണ്ടാവണമെന്നില്ല. നോൺ റിട്ടേൺ വാൾവിലൂടെയാണ് എയറും അതുപോലെ തന്നെ വാട്ടറിന്റെയും എല്ലാം എസ്കേപ്പിംഗ് നടക്കുന്നത്. Next we can look sampling process or otherwise it is known as chunk sampling. എങ്ങനെ നമുക്ക് സാമ്പിൾസ് കളക്ട് ചെയ്ത് ഡാമേജ് കൂടാതെ പ്രിസർവ് ചെയ്യാമെന്നാണ് സാമ്പിളിംഗ് പ്രോസസ് പറയുന്നത്. A wooden box or other suitable container with lid and bottom removed is slided over the sample. ഒരു വുഡൻ ബോക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കുക, അതിന്റെ ലിഡ്, അടപ്പ്, അതുപോലെ ബോട്ടം പോർഷനും റിമൂവ് ചെയ്യുക, എന്നിട്ട് അത് സാമ്പിളിന്റെ മുകളിൽ കൂടെ കടത്തിവിടുക. അതായത് സാമ്പിളിന്റെ മുകളിൽ ജസ്റ്റ് അതൊന്ന് പൊതിയുക, സാമ്പിൾ അതിന്റെ ഉള്ളിൽ വെക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ദി സൈഡ്സ് ഓഫ് ദി കണ്ടെയ്നർ ഷുഡ് പ്രൊജക്ട് about 2 cm over the sample. സാമ്പിളിന്റെ മുകളിലായിട്ട് 2 സെന്റിമീറ്ററോളമെങ്കിലും കണ്ടെയ്നർ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കണം. Projecting portion of the container and the empty space along the side is filled with a suitable packing material. We can use a packing material like moist sawdust. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ കുറച്ച് പോർഷൻ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ പ്രൊജക്ട് ചെയ്ത പോർഷനും അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന എംപ്റ്റി സ്പേസ് നമ്മളൊരു സ്യൂട്ടബിൾ പാക്കിംഗ് മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്യുക. മോയിസ്റ്റ്, ഈർപ്പമുള്ള സോഡസ്റ്റ് നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. Then molten wax is poured and lid is placed. എന്നിട്ട് ഉരുക്കിയ വാക്സ് എന്ത് ചെയ്യുക, ഒഴുകുക, എന്നിട്ട് ലിഡ്, മുകളിലത്തെ ലിഡ് എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. Sample is turned upside and a portion of soil is removed. Then sealed with packing material and wax. സോയിൽ സാമ്പിളിനെ മുകളിലോട്ട് തിരിക്കുക, എന്നിട്ട് കുറച്ച് താഴെ നിന്നുള്ള കുറച്ച് പോർഷൻ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്ത് കളയുക. Then packing materialum waxും കൊണ്ട് സീൽ ചെയ്യുക. Ends are closed by screws. Ends ഒക്കെ എന്ത് ചെയ്യുക, സ്ക്രൂ ഉപയോഗിച്ചിട്ട് ക്ലോസ് ചെയ്യുക. The top of the sample is marked and other particulars are marked. സാമ്പിളിന്റെ ടോപ്പ് പോർഷൻ ഏതാണെന്ന് മാർക്ക് ചെയ്യണം, അതുപോലെ ഏത് ടൈപ്പ് സോയിൽ ആണെന്നുള്ളത് മാർക്ക് ചെയ്യണം, എന്ന് എപ്പോൾ കളക്ട് ചെയ്തതാണ് ആ സാമ്പിൾ, അതുപോലെ എവിടെ നിന്ന് കളക്ട് ചെയ്തതാണ് തുടങ്ങിയ കുറച്ച് പർട്ടിക്കുലേഴ്സ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. When the sample is taken out of the tube, it should follow the same path that we have done during the sampling. സാമ്പിളിനെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ സാമ്പിൾ ചെയ്തത് ആ ഒരു രീതിയിൽ തന്നെ, ആ ഒരു ഡയറക്ഷനിൽ തന്നെ അതിനെ
remove ചെയ്യുകയും വേണം. Okay, next we are going to discuss about different type of samplers. Samplers are used to collect samples. Walls of the sampler should be smooth and should be kept oiled. Samplersന്റെ walls നല്ല smooth ആയിരിക്കണം, അതുപോലെ എപ്പോഴും oily ആയിരിക്കണം. It is an image of lower end of a sampler. Here you can watch diameters D1, D2, D3, D4 and also sample tube and cutting edge. From the figure we are having area ratio is equal to D2 square minus D1 square divided by D1 square into 100. Inside clearance is equal to D3 minus D1 whole divided by D1 into 100. Outside clearance is equal to D2 minus D4 divided by D4 into 100. Area ratio, inside clearance and outside clearance are expressed in percentage. That is why we are multiplied these three quantities by 100. This area ratio should be as low as possible. It preferably should not exceed over 10% and it should be between 0 to 2% for good sampling process. Area ratio എന്ന് പറയുന്നത് ഏറ്റവും ലോ ആയിട്ടാണ് ഇരിക്കേണ്ടത്. ഒരിക്കലും 10%നേക്കാൾ കൂടുതലാകരുത്. 0 തൊട്ട് 2% വരെയാണ് അതിന്റെ ശരിയായ രീതിയിലുള്ള ഒരു വാല്യൂ. Inside clearance should lie between 1 to 3% and outside clearance should not be much greater than inside clearance. Outside clearance ഒരിക്കലും inside clearanceനേക്കാളും കൂടുതലാവാൻ പാടില്ല, ഒരുപാട് കൂടുതലാവാൻ പാടില്ല. Inside clearanceന്റെ ഒരു വാല്യൂ പറയുന്നത് 1 to 3% ആണ്. We can classify samplers based upon these ratios as thick wall samplers and thin wall samplers. In case of thick wall samplers, area ratio will be greater than 10 to 25%. ഈ മൂന്ന് റേഷ്യോകളെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് സാമ്പിളേഴ്സിനെ രണ്ടായിട്ട് തരംതിരിക്കാം. Those are thick wall samplers and thin wall samplers. Thick wall samplers കേസിൽ യൂഷ്വലി ഏരിയ റേഷ്യോ പറയുന്നത് greater than 10 to 25%. In another way, we can classify samplers based on the method of operation. Those are open drive, stationary and rotary samplers. Through open drive samplers, we are obtaining thick wall samples and thin wall samples. In case of stationary piston type and rotary samplers, we are only obtaining thin wall samples. Open drive sampler. It is a tube open at the lower end. Sampler head is provided with valves. Non-return valve and also check valve. Non-return valve permit escape of water and air. And check valve is used to retain sampler when sample is filled. ഇവിടെ വാൾവുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോൺ റിട്ടേൺ വാൾവും അതുപോലെ ചെക്ക് വാൾവും. നോൺ റിട്ടേൺ വാൾവ് വാട്ടറും എയറും എസ്കേപ്പ് ചെയ്തു പോകുന്നതിന് സഹായിക്കുന്നുണ്ട്. ചെക്ക് വാൾവ് സാമ്പിളറിൽ സാമ്പിൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആ ഒരു പൊസിഷനിൽ തന്നെ നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. Open drive sampler may be of two types, seamless type or split spoon type or split tube type. The split spoon type is we can split into two parts. Open drive sampler എന്ന് പറയുമ്പോൾ seamless type ഉണ്ട്, split tube type ഉണ്ട്. Split tube type-നെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. Split tube sampler or split spoon sampler contain a thin wall inside. Split spoon sampler ഉള്ളിലെ inside ഒരു thin wall കൂടെ contain ചെയ്യുന്നുണ്ട്. Here first one is the image of seamless tube and second one is the image of split spoon sampler. We have already mentioned that split spoon sampler can be split into two parts. That image is also given here. Split spoon sampler having an internal diameter of 35 mm and an external diameter of 50.8 mm. Next is stationary piston sampler. It consists of a piston attached to long piston extending up to the ground surface through the drill hole. ഇവിടെ ഒരു ചെറിയ പിസ്റ്റണുമുണ്ട്, ഒരു വലിയ പിസ്റ്റണുമുണ്ട്.
During the lowering of the sampler through the hole, lower end of the sampler is kept constant with the piston. നമ്മൾ ഹോളിലൂടെ സാമ്പിളർ താഴോട്ട് ഡ്രിവൺ ചെയ്യുമ്പോൾ ഇതിന്റെ ലോവർ എൻഡ് പിസ്റ്റണുമായി ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. When desired sampling elevation is reached, piston rod is clamped and sampler's tube is advanced into the soil. Desired sampling elevation അഥവാ സാമ്പിളിംഗ് ഡെപ്ത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ പിസ്റ്റൺ ക്ലാമ്പ് ചെയ്യുക, എന്നിട്ട് ഈ സാമ്പിളറിനെ മണ്ണിലോട്ട് അഡ്വാൻസ് ചെയ്യുക അഥവാ ഡ്രിവൺ ചെയ്യുക. Piston prevents the entry of water and soil into the tube. ട്യൂബിലോട്ട് വാട്ടറും അതുപോലെ നമ്മുടെ സാമ്പിൾ അല്ലാത്ത അടുത്ത ഭാഗത്തു നിന്നൊക്കെയുള്ള സോയിൽ ഉണ്ടാവില്ലേ, അത് വരാതെ തടയും. It is more suitable for sampling of soft soils and saturated sand. Saturated sandന്റെ കേസിലും സോഫ്റ്റ് സോയിൽസിലുമാണ് സ്റ്റേഷനറി പിസ്റ്റൺ സാമ്പിളർ ഉപയോഗിക്കുന്നത്. In the figure, third one is the image of stationary piston sampler. Rotary sampler. We have already mentioned about rotary drilling and rotary bore. So, these are core barrel types, having an outer tube provided with cutting teeth and also inside a thin wall liner. ഉള്ളില് ഒരു തിൻ വാൾ ലൈനറും ഉണ്ട്, അതുപോലെ തന്നെ പുറത്ത് ഔട്ട്സൈഡിൽ കട്ടിംഗ് ടീത്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ തിൻ വാൾ ലൈനർ നമുക്ക് ആവശ്യാനുസരണം റിമൂവ് ചെയ്യാൻ കഴിയും. യൂസ്ഡ് ഫോർ ഫേം ടു ഹാർഡ് കൊഹസീവ് ടൈപ്പ് സോയിൽസ് ആൻഡ് സിമെന്റഡ് സോയിൽസ്. ഹാർഡ് ആയിട്ടുള്ള കൊഹസീവ് ആയിട്ടുള്ള സിമെന്റഡ് ടൈപ്പ് സോയിൽസിലാണ് നമ്മൾ റോട്ടറി സാമ്പിളേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു.